കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്കാണ്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് ഇല്ലെന്ന സൂചന, ഒപ്പം മറ്റ് ചില മണ്ഡലങ്ങളിലെ സൂചനകൾ കൂടി വരുന്നുണ്ട്. കായംകുളത്ത് എം ലിജുവും ഒപ്പം പൂഞ്ഞാറിൽ അലോഷ്യസ് സേവറും ഒക്കെ സീറ്റ് ഉറപ്പിക്കുകയാണ്. നേമത്ത് കെ ശബരിനാഥൻ ഇറങ്ങുമെന്ന വിവരം കൂടി വരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നു വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, എൽദോസ് കുന്നപ്പള്ളിയുടെ സമ്മർദ്ദം, യാക്കോബായ സഭയുടെ സമ്മർദ്ദം, ഒപ്പം രമേശ് ചെന്നിത്തലയുടെ സമ്മർദ്ദം, ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് നേതൃത്വം സീറ്റ് നൽകുന്നില്ല എന്നാണോ? ഗോകുൽ, ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ സീറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന ഘട്ടം മുതൽ തന്നെ വലിയ തോതിലുള്ള ചർച്ചകൾ, തർക്കങ്ങൾ നിലനിന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ ഉയർന്ന പരാതികൾ അത് തന്നെയാണ് ഈ സീറ്റിന് വലിയ തടസ്സമായി മാറിയതും. അത് ദേശീയ നേതൃത്വത്തിന്റെ മുന്നിൽ ആ ഒരു പരാതികൾ എത്തിയതോടെയാണ് സ്ഥാനാർത്ഥിത്വം പിന്നീട് തീരുമാനിക്കാം എന്ന നിലയിൽ മാറ്റിവെക്കുകയും പിന്നീട് ആ കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒടുവിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സിറ്റിംഗ് MLA മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി രമേശ് ചെന്നിത്തല ശക്തമായി വാദിച്ചിരുന്നു. എം വിൻസെന്റിന്റെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി രമേശ് ചെന്നിത്തല വാദിച്ചത്. എന്നാൽ ഹൈക്കമാൻഡിന്റെ ഉൾപ്പെടെ പരിശോധനയിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ പെരുമ്പാവൂർ സീറ്റിൽ മനോജ് മൂത്തേടനെയാണ് നിലവിൽ പരിഗണനയിലുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. സമാനമായി തന്നെ MP-മാരുടെ കാര്യത്തിലും MP-മാർ മത്സരിക്കുന്ന കാര്യം ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമ തീരുമാനം എടുക്കുക. എന്തായാലും 2 MP-മാരുടെ കണ്ണൂർ സീറ്റ്, കോന്നി സീറ്റ് എന്നിവയുടെ കാര്യത്തിൽ ഇരുവരും മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുകയാണെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട പേരുകൾ ഉൾപ്പെടെ ഉള്ള പട്ടികയാണ് തയ്യാറായിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കണ്ണൂർ സീറ്റിൽ TO മോഹനെയും കോന്നിയിൽ സതീഷ് കൊച്ചു പറമ്പിലിനെയുമാണ് പരിഗണനയിൽ ഉള്ളത്. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഈ മാറ്റിവെച്ചിരിക്കുന്ന 5 സീറ്റുകളിൽ ഈ കണ്ണൂർ കോന്നി സീറ്റുകൾ ഉൾപ്പെടുന്നുണ്ട്. അവയിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുക്കുന്നത് എങ്കിൽ കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിലും ഒപ്പം തന്നെ കണ്ണൂരിൽ TO മോഹനും പരിഗണിക്കപ്പെടും. ഇരുവരുടെ പേരുകളായിരിക്കും സ്ഥാനാർത്ഥികളായി അന്തിമ പട്ടികയിൽ ഉൾപ്പെടുക. ഒപ്പം തന്നെ നേമത്ത് കെ ശബരിനാഥ്, കാഞ്ഞിരപ്പള്ളിയിൽ നാട്ടകം സുരേഷ്, പൂഞ്ഞാറിൽ അലോഷ്യസ് സേവിയർ, ഏറ്റുമാനൂരിൽ ജോസഫ് വാഴക്കൻ, വൈപ്പിൻ ടോണി ചമണി, കായംകുളം എം ലിജു തുടങ്ങിയ പേരുകളും പട്ടികയിൽ, 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്തായാലും മാറ്റിവെച്ച 5 സീറ്റുകൾ അത് ഏറെ നിർണായകമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ആ ഒരു പേരുകളും ആ പട്ടികയും പുറത്തു വരും എന്ന് തന്നെയാണ് നേതാക്കൾ അറിയിക്കുന്നത്. ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങും മുമ്പ് ഈ സീറ്റുകളുടെ 5 സീറ്റുകളുടെ കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ ചില ആലോചനകൾ കൂടി, ചില രേഖാ പരിശോധനകൾ കൂടി എന്നാണ്, സാങ്കേതിക പരിശോധന എന്ന ഒരു വിശദീകരണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയത്. ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പായി സംസ്ഥാന നേതാക്കൾ കൂടി ആലോചിച്ച ശേഷമായിരിക്കും ഹൈക്കമാൻഡ് അന്തിമ പ്രഖ്യാപനം നടത്തുക. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അതിൽ 35 പേരുകളായിരിക്കും ഇടം പിടിക്കുക. ആ പേരുകളിൽ എന്തായാലും മാറ്റിവെച്ച 5 പേര് പിന്നീട് ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപിക്കാനുമാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകൾ തന്നെയാണ്. കാര്യമായ മാറ്റം ഈ ഒരു 2ാം ഘട്ട പട്ടികയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. എന്നാൽ MP-മാരുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അത് ഹൈക്കമാൻഡിന് തന്നെ വിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങളും വ്യക്തമാക്കുന്നത്. ഈ MP-മാരെ മത്സരിപ്പിക്കാനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയെങ്കിലും മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് അദ്ദേഹം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും തുടർന്ന് വൈകിട്ട് രാത്രി ഏറെ വൈകി ഏതാണ്ട് 3.25 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ വസതിയിൽ യോഗം ചേരുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരം ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. 35 പേരുടെ 2ാം ഘട്ട പട്ടിക, പിന്നീട് ബാക്കിയുള്ള 5 സീറ്റുകൾ ഇന്ന് വൈകിട്ടോടുകൂടി തുടർ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയ ശേഷം പ്രഖ്യാപിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. ഗൂഗിൾ. എന്തായാലും ഇന്നത്തോടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 6 അല്ലെങ്കിൽ 5 ഇനി എന്താണെന്ന് അപ്പോഴും ആകാംക്ഷ നിൽക്കുകയാണ്.
ഏതായാലും ഇനി 26-ാം തീയതി കേസ് പരിഗണിക്കുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം. അതുകൊണ്ടാണ് CEC ഇങ്ങനെ എല്ലാ തവണ ആ പേരെടുത്തപ്പോഴും അത് CEC-യിൽ വെട്ടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കമാൻഡ് അതിൽ അതിർത്തി കാണിക്കുന്നതും എന്തെങ്കിലും ഒരു പരാമർശം കോടതിയിൽ നിന്നുണ്ടായാൽ തെരഞ്ഞെടുപ്പിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ ആ പരാമർശം ബാധിക്കുമോ എന്ന ആശങ്ക തന്നെയാണ് CEC-ക്കുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.